പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഈ അതിജീവിതയുടെ മൊഴിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സിജോ ബി ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, എവിടെ വെച്ചാണ് ഈ മൊഴിയെടുപ്പ്? തിരുവനന്തപുരത്ത് തന്നെ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. ഇത് ഒരു പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഉള്ള അന്വേഷണ സംഘം എന്ന് പറയുന്നത് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. SP KS സുദർശനാണ് അന്വേഷണ ചുമതലയുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ ഇതിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIRന് പുറമെയാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്യുന്നത്. പരാതിയിൽ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതിയും അതോടൊപ്പം തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും വൈകാതെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. വളരെ വേഗത്തിൽ തന്നെയാണ് നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം നാളെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ നീക്കവും അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ അതിന്റെ മൊഴികൾ രേഖപ്പെടുത്തി FIR ഇട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് 3:30 പരാതി ലഭിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ആ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെല്ലാം വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസെടുക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ ഈ ശബ്ദരേഖകൾക്ക് പുറത്തു വന്നതിൽ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ പരാതികളിലും അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പരാതി ചോദിച്ച് ഈ അതിജീവിതയുടെ മൊഴികൂടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും FIR ഇടുക. ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിജോ, അതായത് വളരെ പൊടുന്നനെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ പബ്ലിക് സ്ഫിയറിലുണ്ട്. മറ്റൊന്ന് ഔപചാരികമായി അതിജീവിത പരാതി കൊടുത്തു. പരാതി ഉടൻ തന്നെ പോലീസ് കൈമാറി. പോലീസ് ഉടൻ തന്നെ മൊഴിയെടുക്കുന്നു. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അബ്സ്കോണ്ടിങ് ആണെന്ന വിവരം വരുന്നു. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. MLA ഓഫീസ് പൂട്ടിപ്പോയിരിക്കുന്നു. അതായത് FIR ഇട്ടാൽ ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങാനാണോ പോലീസിന്റെ നീക്കം? അതിനുള്ള സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് വേണ്ട. കാരണം അതിജീവിത ആദ്യഘട്ടത്തിൽ നേരിട്ട് പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം സംസ്ഥാനത്ത് പോലീസിലെ തന്നെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അവരെ നിരവധി തവണ നേരിൽ കണ്ട് അവരോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർക്ക് ആ സമയത്ത് പരാതി നൽകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം നമുക്കറിയാം, ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്തു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. അവരുടെ മാനസിക നില എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ ഭയങ്കര വീക്കായിരുന്നു. അതിനുശേഷം ശാരീരികമായ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും അന്വേഷണ സംഘം ഇവരെ കാണുകയും ഒക്കെ ചെയ്ത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയിച്ച 2 ദിവസങ്ങൾക്ക് മുൻപ് വന്ന പുതിയ ഓഡിയോ ആണ്. ആ ഓഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇവരെ വീണ്ടും സമീപിക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം, അങ്ങനെ പോയാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പ് തരുമെന്നുള്ള കാര്യം പറഞ്ഞത്. മാത്രമല്ല, ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു. അങ്ങനെയാണ് അത്ര നടപടികളിലേക്ക് പോയത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏതെല്ലാം വകുപ്പുകൾ വരുമെന്നുള്ളതാണ്. അത് ഈ പരാതി വിശദമായി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ മൊഴികൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് തന്നെ FIR ഉണ്ടാകും. ഇപ്പോൾ അന്വേഷണ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെയേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരം നടപടികൾ പൂർത്തിയാക്കിയാൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതിനു മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ പോലീസിനെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അത്തരം സമയം കൊടുക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ പരാതിയിൽ എന്താണുള്ളത്, ഏത് BNS ഏത് സെക്ഷൻ പ്രകാരം രാഹുലിനെതിരെ FIR ഇടുമെന്നുള്ളതാണ്. പ്രധാനമായും അബോർഷൻ സംബന്ധിച്ച് ഒരു യുവതിയുടെ പൂർണ്ണമായ സമ്മതത്തോടെ അല്ലാതെ അബോർഷൻ നടക്കുന്നു
എന്നുള്ളതാണ് അതിൽ കുറ്റകരമായൊരു കാര്യം. ഇത് അങ്ങനെ വല്ല വകുപ്പുമായിരിക്കുമോ ചാർത്തുക? നമുക്ക് ഈ പരാതിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോ അത് ലഭിക്കാതെ ഏതാണ് വകുപ്പുകൾ എന്ന് നമുക്ക് ഈ സമയത്ത് അത് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതിൽ ഗുരുതരമായ വകുപ്പുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കാരണം അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇത്തരത്തിൽ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന ലഭിക്കുന്നത്. പക്ഷെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളതെന്നുള്ളത് സംബന്ധിച്ച് സ്ഥിരീകരണം വേണമെങ്കിൽ അല്പസമയത്തിന് തന്നെ അറിയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ വളരെ വൈകാതെ തന്നെ അറിയാം. അത് കൃത്യമായ ഒരു സ്ഥിരീകരണം വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ FIR വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ്. FIR വൈകാതെ തന്നെ അന്വേഷണ സംഘം ഇടുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. പരാതി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഈ മൊഴികൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ ആണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചാലും ഈ ഘട്ടത്തിൽ യാതൊരു തരത്തിലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായ പ്രശ്നമാണ്, വിഷയമാണ്. അത് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമായിരിക്കും രാഹുലിനെതിരെ FIR വരിക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.